സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് എന്ന് ഞാൻ കാണുന്നത് ദരിദ്ര ചിന്തയാണ്. ദരിദ്ര ചിന്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ചിന്ത കൊണ്ട് ദരിദ്രനാണ്. നിങ്ങൾ ചിലപ്പോ നിങ്ങൾക്ക് വീടുണ്ടാകും, നിങ്ങൾക്ക് കാറുണ്ടാകും, എന്നാലും നിങ്ങൾ ദരിദ്രനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്. ആ ചിന്ത ഒരു അപകടമാണ്. വികാരങ്ങൾ സ്പ്രിങ് പോലെയാണ്. അതിന്റെ പൊക്കം ഇത്രയുണ്ടെന്ന് കരുതിക്കൊള്ളു. നിങ്ങൾ അമർത്തിയാൽ അതിന്റെ പൊക്കം കുറയും. പക്ഷെ എന്നെങ്കിലും നിങ്ങൾ കൈയെടുത്താൽ ഇത് അതിന്റെ യഥാർത്ഥ പൊക്കത്തിനേക്കാൾ കൂടുതൽ പോകും. അതുകൊണ്ടാണ് ഈ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകുന്നത്, വീടുകളിൽ അടക്കി വെച്ച സാധനം. കോൺഫ്ലിക്റ്റിന്റെ അടിസ്ഥാനപരമായ തത്വം എന്താ? രണ്ട് വ്യത്യസ്തമായ കാഴ്ചകൾ ഉണ്ട് എന്നത് തന്നെയല്ലേ. അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന വാക്കാണോ ശരി? കൊലാബറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന വാക്കാണ്. വീട്ടിൽ നിന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ വളർച്ചയ്ക്ക് ഗുണകരമല്ലെങ്കിൽ അതിനെ മാറ്റുക. അത് മതവിശ്വാസമായാലും നമ്മളെക്കുറിച്ചുള്ള വിശ്വാസമായാലും ഈ തറവാടുകളിൽ പഠിപ്പിക്കുന്നത് എന്ത് തന്നെയായാലും നിങ്ങളുടെ വളർച്ചയ്ക്ക് അത് തടസ്സമാണെങ്കിൽ അതിനെ നല്ല അൺലോഡ് ചെയ്യുക അത് തന്നെയാണ്. നമസ്കാരം സർ. നമസ്കാരം സർ. നമ്മൾ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഡെയിലി നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ വർക്ക് ചെയ്യുന്നിടത്ത്, നമ്മുടെ കൂട്ടുകാരിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. അവിടെ നിന്നാണ് നമ്മൾ ആദ്യമായി പഠിക്കാൻ, സംസാരിക്കാൻ, ജീവിതത്തിന് എങ്ങനെ മുന്നോട്ട് നയിക്കാമെന്ന് പോലും നമ്മൾ ആദ്യത്തെ കുറേ കാര്യങ്ങൾ പഠിക്കുന്ന അവിടെ നിന്നായിരിക്കും. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവിടെ നിന്ന് നമ്മുടെ പാരൻസിൽ നിന്നുള്ള കാര്യങ്ങളാകാം, അത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുകയും നമ്മൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ലൈക്ക് നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ, ചില മൈൻഡ് സെറ്റുകൾ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. നമ്മളിപ്പോൾ പറയില്ലേ ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, അതായത് ദരിദ്ര ചിന്ത. അതെ അതെ. അതായത് എല്ലാം സേവ് ചെയ്ത് വെക്കൂ, ഇതൊന്നും സ്പെൻഡ് ചെയ്യാൻ പാടില്ല, സേവ് ചെയ്ത് വെക്കണം, നമ്മളൊന്നും സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മളിപ്പോൾ ഇഷ്ടമുള്ള ഒരു ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചാൽ പോലും അതിനൊരു അധിക ചെലവായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയോ, അയ്യോ ഇതിന് ഇത്ര വില കൂടി പോയല്ലോ, എന്തിനാ നമ്മളത് എടുത്തേ, ഇത് സേവ് ചെയ്ത് വെക്കാൻ പാടില്ലേ എന്നുള്ള രീതിയിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന കാര്യങ്ങളെ പോലും അധിക ചെലവുകളായി കാണുന്നത് നമ്മുടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമല്ലേ? ഇത് വളരെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകും. ഞാൻ ഉദ്ദേശിച്ച സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ്, അതായത് ദരിദ്ര മനോഭാവം, അത് തെറ്റാണ്. സേവ് ചെയ്യേണ്ട, ചെലവാക്കണം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് വളരെ കൃത്യമായി ബാലൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അതായത് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് എത്രയാണ് സ്പെൻഡ് ചെയ്യേണ്ടതെന്നും എത്രയാണ് സേവ് ചെയ്യേണ്ടതെന്നും വളരെ ലോജിക്കലായി ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്പെൻഡിങ്ങും വേണം, സെയിം ടൈം സേവിങ്സും വേണം. അപ്പം അതുകൊണ്ട് സ്പെൻഡ് ചെയ്യരുത് എന്ന് മാത്രം പറയുന്നതല്ല, സേവ് ചെയ്യണം എന്ന് മാത്രം പറയണതല്ല. എന്നാൽ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് എന്ന് ഞാൻ കാണുന്നത് ദരിദ്ര ചിന്തയാണ്. ദരിദ്ര ചിന്ത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്ത കൊണ്ട് ദരിദ്രനാണ്. നിങ്ങൾ ചിലപ്പോ നിങ്ങൾക്ക് വീടുണ്ടാകും, നിങ്ങൾക്ക് കാറുണ്ടാകും, നിങ്ങൾ സമൂഹത്തിൽ മറ്റുള്ളവരെക്കാൾ നല്ല സ്ഥിതിയിലായിരിക്കും ജീവിക്കുക, എന്നാലും നിങ്ങൾ ദരിദ്രനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ടല്ലോ, ആ ചിന്ത ഒരു അപകടമാണ്. സ്കേഴ്സിറ്റി എന്നൊരു വാക്ക് എന്ന് പറഞ്ഞാൽ ക്ഷാമം എന്ന് പറയുന്ന വാക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു ദരിദ്ര ചിന്ത, പോവർട്ടി തിങ്കിങ്. അതായത് നമ്മൾ ഇപ്പൊ ലൈഫിൽ എത്ര സക്സസ്ഫുൾ ആയാലും ഈ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ കിടക്കും, ആ ഒരു ചിന്ത നമ്മുടെ മൈൻഡിൽ. ഇത് എല്ലാവർക്കും ഇല്ല കേട്ടോ. ദരിദ്ര കുടുംബത്തിൽ നിന്ന് വരുന്നവർക്കാണ് ഇത് കൂടുതൽ. അവരുടെ ചൈൽഡ്ഹുഡ്, ഇതെന്താ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഒരു കാലത്ത് ഞാൻ അനുഭവിച്ചത്, അതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്നാണ് പറയുക. ഞാൻ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയപ്പോൾ, ലൈഫിൽ ആദ്യമായിട്ട് പോയപ്പോൾ ഭയങ്കരമായി വേർത്ത ഒരാളാണ്. അപ്പൊ എൻ്റെ ഉള്ളിൽ നടന്ന തോട്ട് എന്താണെന്ന് ഞാൻ പിന്നെ റിഫ്ലക്ട് ചെയ്തപ്പോൾ മനസ്സിലായത്, ഇവിടെയൊന്നും കയറാൻ നീ അർഹതപ്പെട്ടവനല്ല എന്ന ചിന്തയാണ്. അതൊരു ദരിദ്ര ചിന്തയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് അവിടെ കയറാനുള്ള വകുപ്പുണ്ട്. നമ്മൾ അതിനെ ബോധപൂർവ്വം മറികടന്ന് അതിനെ ഓവർകം ചെയ്തു വന്നതാണ്. ഇപ്പൊ ക്ലിയർ ആയി. ഞാൻ വേറൊരു കാര്യത്തിലേക്കാണ്. നമ്മൾ ഈ ഇമോഷണൽ സപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതായത് നമ്മൾ പലപ്പോഴും വീടുകളിൽ ഒച്ചയെടുക്കുക, കരയുക. ഇപ്പം ആൺകുട്ടികളാണെങ്കിലും ഷൗട്ട് ചെയ്ത് കരയുമ്പോൾ നമ്മൾ പറയും ഈ കരയാൻ പാടില്ല എന്നുള്ള രീതിയിൽ. പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെ പഠിക്കുന്നൊരു കാര്യമാണ് ഈ കാര്യങ്ങളെല്ലാം ഒളിച്ചു വെക്കാനുള്ളതാണ് എന്നുള്ളത്.
ഇപ്പൊ ഇത് ഒളിച്ചു വെക്കുന്നത് കൊണ്ട് ഫ്യൂച്ചറിൽ നമുക്ക് ഇഷ്യൂസ് മാത്രമാണ് ഉണ്ടാവുക. കാരണം ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെയും അപ്രോച്ച് ചെയ്യാൻ പോകില്ല, നമ്മളത് ഉള്ളിൽ കൊണ്ടേ നടക്കും. ഒരു ലെവലിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ എത്തുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പൊട്ടിത്തെറിക്കുക, ആവശ്യമില്ലാത്ത അബദ്ധങ്ങളിലേക്ക് പോവുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ എത്തി. അപ്പൊ ഈ ഇമോഷണൽ സപ്രഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളിങ്ങനെ പഠിക്കുന്നതല്ലേ. പലപ്പോഴും ഈ വീടുകളിൽ ജെൻഡർ ഇഷ്യൂ ആയിട്ട് അതിനെ കാണാറുണ്ട്. അതായത് നീ ആങ്കൊച്ചല്ലേ, നീ ഇങ്ങനെ കരയണേ എന്ന് പറയുന്നത്, അപ്പോൾ ചില എമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്, പെൺകുട്ടികൾ പൊട്ടിച്ചിരിക്കാൻ പാടില്ല, അതൊക്കെ ജെൻഡറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പ്യൂർലി ഒരു എമോഷണൽ എലമെന്റിൽ പറയുകയാണെങ്കിൽ എമോഷൻസിനെ നമുക്ക് 3 രീതിക്കാണ് കൈകാര്യം ചെയ്യാൻ പറ്റുക. ഒന്ന് പ്രകടിപ്പിക്കുക എന്നതാണ്. എനിക്ക് സ്നേഹം തോന്നി, അത് പ്രകടിപ്പിക്കുക. ദേഷ്യം തോന്നി, അത് പ്രകടിപ്പിക്കുക എന്ന് പറയുന്ന. രണ്ടാമത്തെ നിങ്ങൾ ചോദിച്ചാൽ പ്രകടിപ്പിക്കാതിരിക്കുക, അമർത്തി വെക്കുക, സപ്രഷൻ എന്ന് പറയുന്ന സാധനം. സപ്രഷന്റെ കുഴപ്പം എന്താ ചോദിച്ചാൽ വികാരങ്ങൾ സ്പ്രിങ് പോലെയാണ്. അതിന്റെ പൊക്കം ഇത്രയും ഉണ്ടെന്ന് കരുതിക്കൊള്ളൂ. നിങ്ങൾ അമർത്തിയാൽ അതിന്റെ പൊക്കം കുറയും. പക്ഷെ എന്നെങ്കിലും നിങ്ങൾ കൈയെടുത്താൽ ഇത് അതിന്റെ യഥാർത്ഥ പൊക്കത്തിനേക്കാൾ കൂടുതൽ പൊങ്ങും. അതുകൊണ്ടാണ് ഈ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകുന്നത്, വീടുകളിൽ അടക്കി വെച്ച സാധനം. അപ്പൊ സപ്രഷൻ എന്ന് പറയുന്നു. മൂന്നാമത്തത് എല്ലാ വികാരങ്ങളും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, എല്ലാ വികാരങ്ങളും നമുക്ക് സപ്രസ് ചെയ്യാനും പറ്റില്ല. സപ്രഷനേക്കാൾ എക്സ്പ്രഷനാണ് നല്ലത്. ചില സമൂഹങ്ങളിൽ ചില വികാരങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനേ പറ്റില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? മൂന്നാമത്തെ മെത്തേഡ്, ട്രാൻസ്ഫോം യുവർ ഇമോഷൻസ്. ഈ വികാരങ്ങളെ വേറെ എന്തെങ്കിലുമായി നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുമോ എന്നതാണ് ഒരു ഉദാഹരണം. പലപ്പോഴും ദേഷ്യം എന്ന് പറയുന്ന ഒരു വികാരത്തിന് നമുക്ക് ഇപ്പോൾ ഞാൻ നിങ്ങൾ എന്നോട് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു, അപ്പൊ എനിക്ക് നിങ്ങളോട് തിരിച്ച് ദേഷ്യമാണ് തോന്നുന്നത്. പക്ഷേ നിങ്ങൾ മാനസികമായി ഒരു അസുഖമുള്ള ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞു തരുള്ളൂ. എനിക്ക് നിങ്ങളോട് ദേഷ്യമല്ല ഉണ്ടാവുക, ഞാൻ നിങ്ങളോട് സിമ്പതിയാണ് ഉണ്ടാവുക. അപ്പൊ ഇതുപോലെ നമ്മുടെ എവിടെയെല്ലാം നമുക്ക് ഇതിനെ മാറ്റാൻ കഴിയും എന്ന ചിന്ത കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ സപ്രഷന്റെ ആവശ്യമില്ല. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും പല കോൺഫ്ലിക്റ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. നല്ലതും ഉണ്ടാവാറുണ്ട്, ചീത്ത ഉണ്ടാവാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ പഠിച്ചു വെക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ കുറെ കാര്യങ്ങളിലേക്ക് നീ പോവരുത്. നല്ല കോൺഫ്ലിക്റ്റുകളാണെങ്കിൽ, നമുക്ക് നല്ല ഇൻസൈറ്റുകൾ തരുവാണെങ്കിൽ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ആവുന്നതിൽ തെറ്റില്ല. സംവാദങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ആളുകൾ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ കൊച്ചിലെ മുതൽ പറയുന്നത് നീ പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, അല്ലെങ്കിൽ നീ ഈ കാര്യങ്ങളിൽ പോവണ്ട. അപ്പോൾ ഇത് ആക്ച്വലി ഈ കോൺഫ്ലിക്റ്റുകളിൽ നിങ്ങൾ ഇടപെടണ്ട, പോവണ്ട എന്ന് പറയുന്നത്, അത് നമുക്കിപ്പോൾ വേറൊരു വർക്ക് പ്ലേസിൽ ചെന്നാലോ അങ്ങനത്തെ ഒരു കാര്യം കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് പേടിയായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ സാറിന് പറയാനുള്ളത്? കോൺഫ്ലിക്റ്റിന്റെ അടിസ്ഥാനപരമായ തത്വം എന്താ? 2 വ്യത്യസ്തമായ കാഴ്ചകൾ ഉണ്ട് എന്നത് തന്നെയല്ലേ. ഇപ്പൊ ഞാൻ ഈ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൽ ഫ്രണ്ടിൽ ഒരു സ്ക്രീനുണ്ട് എന്ന് ഞാൻ പറയാണ്. നിങ്ങൾ ഇത് കണ്ടിട്ടേ ഇല്ല, നിങ്ങൾ ഇവിടെ നിന്ന് പറയാണ് സ്ക്രീൻ ഇല്ലെന്ന്. നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ തരുന്ന ആദ്യത്തെ സന്ദേശം എന്താ? നമ്മൾ കാണുന്നതല്ലാത്തൊരു കാഴ്ച ലോകത്തുണ്ട് എന്ന് തന്നെയാണ്. അത് യഥാർത്ഥത്തിൽ നമ്മളെ വളർത്തുകയല്ലേ ചെയ്യുന്നത്. കാരണം ഇല്ലേ സാറേ സ്ക്രീൻ ഇല്ല നിങ്ങൾ ഉറപ്പിച്ച് പറയുമ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് വന്ന് നോക്കിയാൽ, ഓ ഈ ഫോണിന് സ്ക്രീൻ ഇല്ലാത്തൊരു വശം കൂടി ഉണ്ട് എന്ന തിരിച്ചറിവ് എനിക്ക് ഉണ്ടാവുകയല്ലേ ചെയ്യാം. അപ്പൊ ഞാൻ വളരെയല്ലേ ചെയ്യാം, കാരണം 2 വശങ്ങളും ഞാൻ കണ്ടു. അപ്പൊ കോൺഫ്ലിക്റ്റിനെ അങ്ങനെ ഒരു അർത്ഥത്തിൽ എടുത്താൻ കഴിഞ്ഞാൽ, അത് ഫാമിലിയിലായിക്കോട്ടെ ഓഫീസിലായിക്കോട്ടെ, കോൺഫ്ലിക്റ്റ് ഭയങ്കര ബെനിഫിറ്റ് ചെയ്യും. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല കാണുക. ഒന്നില്ലെങ്കിൽ കോൺഫ്ലിക്റ്റിനെ പേഴ്സണലൈസ് ചെയ്യും, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റേ വരരുത് എന്ന് വിചാരിച്ച് മാറി നടക്കും. രണ്ടും ദോഷം. ഞാൻ ഇപ്പോൾ റെലവെന്റ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോവാം. നമ്മൾ അഡ്ജസ്റ്റ്മെന്റുകളെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. വീട്ടിൽ നിന്നാണെങ്കിലും നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് അഡ്ജസ്റ്റ് ചെയ്യണം.
ഇപ്പൊ റീസെന്റ് നമ്മൾ പത്രത്തിലൊക്കെ കുറേ വായിച്ച കാര്യമാണ് ഈ എന്താണ് ഫാമിലി ലൈഫിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നമ്മൾ ഈ പഠിച്ചു വെച്ച കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. അതായത് ടോക്സിക് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, ഇങ്ങനെ ഒരു മെന്റാലിറ്റിയിലോട്ട് നമ്മൾ പോവാറുണ്ട്. അപ്പോൾ ഈ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം പഠിക്കുന്നത്, അത് എങ്ങനെ വേണം, എന്ത് വേണം എന്നുള്ള കാര്യം കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന വാക്കാണോ ശരി, കൊലാബറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന വാക്കാണ്? നിങ്ങളും ഞാനും ഒരു പ്രോജക്റ്റിൽ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ ഞാൻ വിട്ടുകൊടുക്കുക, ഇങ്ങനെ ഈ വിട്ടുകൊടുത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് കുറേ ഫ്രസ്ട്രേഷനും നിരാശയൊക്കെ ബാധിക്കും. അതിന് പകരം അങ്ങനെയല്ല, ഈ കോപ്പറേഷനിൽ എന്താണെന്ന് ചോദിച്ചാൽ രണ്ടുപേരും തുല്യ പ്രാധാന്യമുള്ളവരാണ്. നമ്മൾ രണ്ടുപേരും എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് രണ്ടുപേർക്കും ബെനിഫിറ്റ് ആവും. ഈ അഡ്ജസ്റ്റ്മെന്റിൽ പലപ്പോഴും പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ചിലർക്ക് മാത്രം വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തു പോയി ജീവിതത്തിനെ മുരടിപ്പിക്കുന്നതോട് എനിക്ക് യോജിപ്പില്ലാത്ത ഒരാളാണ്. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരാൾ നിരന്തരമായി നമ്മളോട് ആരോപിക്കുകയാണെങ്കിൽ നമ്മളതിന്ന് മാറിപ്പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, ഇത് ചെറുപ്പകാലം മുതലേ നമ്മൾ അറിയാതെ ശീലിച്ചു പോകുന്നൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടിട്ടായിരിക്കും നമ്മളിപ്പോൾ ഒരു മുതിർന്നു കഴിഞ്ഞാലും ആ ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. എന്ത് വന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ആയിക്കോണം എന്നുള്ളൊരു രീതി. നിങ്ങളൊരു കാര്യം എന്നോട് പറയുമ്പോൾ എൻ്റെ മൂല്യബോധത്തിനും എൻ്റെ വിശ്വാസങ്ങൾക്കും ഇല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ പാലിക്കുന്ന കാര്യങ്ങൾക്കും എതിരാണ് എങ്കിൽ ഞാൻ അതിൽ അഡ്ജസ്റ്റ്മെന്റുകളൊന്നും ഇല്ല എന്നത് തന്നെയാണ്. അവിടെ ഞാൻ എൻ്റെ നിലപാടുകൾ കൃത്യമായി പറയും. നമ്മൾ ഇപ്പോൾ ഒരു മുതിർന്നു കഴിഞ്ഞാലും നമ്മളൊരു ജോലിക്ക് കയറി കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യമാണ് ഈ ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെറുപ്പം മുതലേ സക്സസ് ആവാനായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഫെയിലിയേഴ്സിനെ കുറിച്ച് ഇപ്പോൾ അച്ഛനമ്മമാരാണെങ്കിലും മാർക്ക് മേടിക്കണം, ഒന്നാമതെത്തണം എന്ന് മാത്രമേ. പക്ഷേ ഫെയിൽ ആവുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന റെസ്പോൺസും സക്സസ് ആവുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന റെസ്പോൺസും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഫിയർ ഓഫ് ഫെയിലിയറിനെ കുറിച്ചിട്ടുള്ള ഒരു മനോഭാവം കൊച്ചിലേ മുതൽ നമ്മുടെ മൈൻഡിൽ കിടപ്പുണ്ട്. അത് ആക്ച്വലി ഒരു ഇഷ്യൂ അല്ലേ? തോക്കുന്നത് ഒരു പാപമാണെന്നാണ് വീട്ടുകളിൽ പഠിപ്പിക്കുന്നത്. അത് പാപമേ അല്ല, തോക്കുന്നത് യഥാർത്ഥത്തിൽ ഭാവിയിലേക്കുള്ള ഒരുക്കമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പൊ കുട്ടികൾ ജീവിതത്തിൽ പല കാര്യങ്ങളിലും പരാജയപ്പെടുന്നതും അവരുടെ പരീക്ഷകളിൽ തോൽക്കുന്നതെല്ലാം ജീവിതത്തിന് അനിവാര്യമായ കാര്യങ്ങളാണ്. അപ്പൊ ജീവിതം തോക്കുന്നത് ജീവിതത്തിലൊരു ഭാഗമാണെന്നും ജീവിതം നമ്മളെ ഒരുക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് പരാജയം എന്നല്ല വീട്ടിൽ പഠിപ്പിക്കുന്നത്. കാരണം തോറ്റു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്തോ പോയി, ഭയങ്കര നഷ്ടപ്പെട്ടു, അതൊരു വലിയ, കാരണം ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചാലില്ലെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് തോക്കും. അപ്പൊ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ തോൽവികളെ കൈകാര്യം ചെയ്യാൻ കുടുംബത്തിൽ പഠിപ്പിക്കണം എന്ന് ഉറച്ചു പറയുന്ന ഒരാളാണ്. എന്തുകൊണ്ട് ഈ ആത്മഹത്യയൊക്കെ നടക്കുന്ന വെച്ചാൽ തോക്കാൻ പറ്റില്ല ആളുകൾക്ക്. നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കുറേ കാര്യങ്ങളെ പറ്റി പറഞ്ഞു. അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയായിട്ട് പഠിച്ചു പോകുന്ന കുറേ പാഠങ്ങൾ, ചെറുപ്പകാലത്ത് മുതൽ നമ്മൾ പഠിക്കുന്ന കുറേ പാഠങ്ങളെ പറ്റി നമ്മൾ കേട്ടു. ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എപ്പോഴും നിങ്ങളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസുകളെ ശ്രദ്ധിക്കുക. വീട്ടിൽ നിന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ വളർച്ചയ്ക്ക് ഗുണകരമല്ലെങ്കിൽ അതിനെ മാറ്റുക. അല്ലാണ്ട് പണ്ട് നമ്മൾ ചുമന്നത് ജീവിതകാലം മുഴുവൻ ചുമക്കണമെന്നില്ല. അത് ചുമയാണെന്ന് തോന്നിയാൽ ഇറക്കി വെക്കുക എന്ന് തന്നെയാണ്. അത് എത്ര നല്ല എന്ത് വിശ്വാസമായാലും, അത് മതവിശ്വാസമായാലും നമ്മളെക്കുറിച്ചുള്ള വിശ്വാസമായാലും ഈ തറവാടുകളിൽ പഠിപ്പിക്കുന്ന എന്ത് തന്നെ ആയാലും നിങ്ങളുടെ വളർച്ചയ്ക്ക് അത് തടസ്സമാണെങ്കിൽ അതിനെ മെല്ലെ അൺലോഡ് ചെയ്യുക എന്ന് തന്നെയാണ്. സർ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആളുകൾ ഉണ്ടായിരിക്കും, ലൈക്ക് പാരൻസ് ആയിട്ടുള്ളവരും. അപ്പൊ അറിഞ്ഞോ അറിയാതെയോ തങ്ങളുടെ, അതായത് അവരുടെ കുട്ടികളിലേക്കും ഇങ്ങനത്തെ ഒരു കാര്യം അറിയാതെ പാസ് ഓൺ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് അവെയർ ആവാനുള്ളൊരു ചാൻസ് ആണത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതൊരു ഭയങ്കര ഇൻസൈറ്റ് ആയിരുന്നു. ഇത്രയും ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റി. സർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമ്മൾ ഇനിയും നല്ലൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.